അങ്ങനെ ട്രംപിൻ്റെ ഒരു മോഹം പൂവണിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 20 ഒരു പദ്ധതി ഉണ്ടാക്കിയല്ലോ, അതിൽ ഹമാസ് കീഴടങ്ങാൻ തയ്യാറാണ് എന്നുള്ള വാർത്തയാണ്, ശുഭകരമായിട്ടുള്ള വാർത്തയാണ്. അവിടെ ഒരു സമാധാനം പുലരണമെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം അവർ അംഗീകരിക്കുകയാണെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കീഴടങ്ങലൊന്നും ഇല്ല എന്നുള്ള സൂചന കൂടി വരുന്നുണ്ട്. അതിൽ പല ഭേദഗതികളും ഒക്കെ വരുത്തണമെന്നുള്ള ഒരു ആവശ്യം ഹമാസ് ഉന്നയിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ ട്രംപിന്റെ വിജയമായിട്ട് കണക്കാക്കാൻ കഴിയുമോ നമുക്ക്? സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ട്രംപിൻ്റെ ഒരു വിജയം തന്നെയാണ്. കാരണം ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗാസയിൽ സമാധാനം, അവിടുത്തെ കുരുന്നുകൾക്ക് ഇനി മരണമുണ്ടാവില്ല എന്ന ഉറപ്പ്. ഇത് എല്ലാ ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ഇനിയും അതിനകത്ത് തർക്കങ്ങളുണ്ട്. വിജിത പറഞ്ഞതുപോലെ പൂർണ്ണമായ കീഴടങ്ങലിന് ഹമാസ് തയ്യാറല്ല. പക്ഷേ ഹമാസ് ആദ്യം തന്നെ പറയുന്നൊരു കാര്യം, എല്ലാ തടവുകാരെയും വിട്ടയക്കാം, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുണ്ട് എന്നർത്ഥം. അപ്പോൾ അവരെല്ലാം പൂർണ്ണമായിട്ടും ഇസ്രായേലിന് കൈമാറാൻ അവർ തയ്യാറാണ്. അത് ഉടനെ തന്നെ നടക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 20 പദ്ധതിയിൽ പല കാര്യങ്ങളിലും അവർക്ക് വിയോജിപ്പുണ്ടെന്നുള്ള കാര്യം ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊന്ന്, ആയുധം വെച്ച് പൂർണ്ണമായിട്ടുള്ള കീഴടങ്ങൽ എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.